ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം, നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന പാഠത്തിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 വർഷം വരെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 21ഓളം ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം 4 ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 ചോദ്യമൊക്കെ വിട്ടുകളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നടക്കാത്ത സംഭവമാണ്. നമുക്ക് നമ്മളുടെ നല്ലൊരു റാങ്കിന് വേണ്ടിയിട്ട് നല്ലൊരു കോളേജിൽ കിട്ടാനായിട്ട് ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് ഈ പാഠത്തിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഫ്രം ദോസ് ഗിവൻ ബിലോ ഈസ് ദ പീരിയഡ് ഫോർ മെൻഡൽസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്? ഞാൻ ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം ആലോചിക്കണം. എന്നിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യാറുള്ളൂ. ഞാൻ എന്തായാലും 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഉത്തരം പറയുകയുള്ളൂ. അത് ഓപ്ഷൻ എ 1856 to 1863 ആണ്. 7 ഇയേഴ്സാണ് നമ്മളുടെ മെൻ്റൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. അത് 1856 തൊട്ട് 1863 വരെയാണ്. പിന്നെ 7 ട്രേഡ്സുമാണ് നമ്മളുടെ മെൻ്റൽ നടത്തിയത്. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്സ് വർ സ്റ്റഡീഡ് ബൈ മെൻ്റൽ ഇൻ ഹിസ് എക്സ്പെരിമെൻറ്റ്സ്? അത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, 7 ആണ്. 7 ട്രേഡ്സ് ആണ് മെൻ്റൽ നടത്തിയിരുന്നത്. Among the following characters, which one was not considered by Mendel in his experiments on P? Stem, taller dwarf, trichomes, glandular or non-glandular, seed, green or yellow, pod, inflated or constricted. അതിൽ ട്രൈക്കോംസ് ആണ് മെൻ്റൽ നടത്തായിരുന്നത്. ബാക്കി 3 മെൻ്റൽ നോക്കിയിരുന്ന സംഭവങ്ങളാണ്. ട്രൈക്കോംസ് നിങ്ങൾക്കറിയാം, അത് മെൻ്റൽ ചെയ്തിരുന്നില്ല. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ ചോദ്യം, ഇൻ എ ടെസ്റ്റ് ക്രോസ് ഇൻവോൾവിങ് F1 ഡൈഹൈബ്രിഡ് ഫ്ലൈസ് മോർ പാരൻ്റൽ ടൈപ്പ് ഓഫ് സ്പ്രിംഗ് വെർ പ്രൊഡ്യൂസ്ഡ് ദാൻ ദ റീകോമ്പിനൻറ്റ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ്. ദിസ് ഇൻഡിക്കേറ്റ്സ്, നമുക്കറിയാം, ഞാൻ ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ദ 2 ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ 2 ഡിഫറെൻറ്റ് ക്രോമസോംസ്. Chromosomes failed to separate during meiosis. The 2 genes are linked and present on the same chromosome. Both of the characters are controlled by more than one gene. T.H. Morgan, തോമസ് ഹണ്ട് മോർഗൻ കോയിൻ ചെയ്ത വാക്കാണ് ലിങ്കേജ് എന്നുള്ളത്. ആ ലിങ്കേജ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഓപ്ഷൻ സി, ദ 2 ജീൻസ് ആർ ലിങ്ക്ഡ് ആൻഡ് പ്രസൻറ്റ് ഓൺ ദ സെയിം ക്രോമസോം. അടുത്തത് മെൻ്റലിൻ്റെ ലോസിനെ ആസ്പദമാക്കിയിട്ട് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, 2016 2015. നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എ ടോൾ ട്രൂ ബ്രീഡിംഗ് ഗാർഡൻ പീ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് with a dwarf true breeding garden pea plant. What the F1 plants were selfed. When the F1 plants were selfed, the resulting genotypes were in the ratio of. ജീനോടൈപ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫീനോടൈപ്പിൻ്റെ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ടാളും ഡ്വാർഫും ആയതുകൊണ്ട് നമുക്ക് 3:1 ചെയ്യായിരുന്നു. പക്ഷേ ജീനോടൈപ്പ് ആയതുകൊണ്ട് ജീനോടൈപ്പിൻ്റെ റേഷ്യോ 1:2:1 ആണ്. അതായത് ഹോമോസൈഗസ് ആയിട്ടുള്ളവ 1ഉം ഹെട്രോസൈഗസ് ആയിട്ടുള്ളത് 2. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. അല്ലീൽസ് ആർ. എന്താണ് അല്ലീൽസ്? ഓപ്ഷൻ എ ഡിഫറെൻറ്റ് മോളിക്കുലാർ ഫോംസ് ഓഫ് എ ജീൻ, ഹെട്രോസൈഗോട്ട്സ്, ഡിഫറെൻറ്റ് ഫിനോടൈപ്പ്, ട്രൂ ബ്രീഡിംഗ് ഹോമോസൈഗോട്ട്സ്. അതിൻ്റെ ഉത്തരം എ ആണ്, ഡിഫറെൻറ്റ് മോളിക്കുലാർ ഫോംസ് ഓഫ് എ ജീൻ. അടുത്തത് കോഡോമിനൻസിന് ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. 7th question, the genotypes of a husband and wife are IA, IB and IAI. Among the blood types of their children, how many different genotypes and phenotypes are possible? How many different genotypes and phenotypes? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് IA, IB, IA ഈ 3 എണ്ണം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഐയും ഉണ്ട്, 4 എണ്ണം ഉണ്ട്. 4 എണ്ണം 3 എണ്ണം ഉണ്ട്, IA, IB, I. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ IA ഉണ്ടാകാം, IB ഉണ്ടാകാം, പക്ഷേ AB ഉണ്ടാകാം. അതായത് ബ്ലഡ് ഗ്രൂപ്പ് എ ഉണ്ടാകാം, ബ്ലഡ് ഗ്രൂപ്പ് ബി ഉണ്ടാകാം, ബ്ലഡ് ഗ്രൂപ്പ് AB ഉണ്ടാകാം. പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് O മാത്രം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരു ഐയേ ഉള്ളൂ, അത് 2 ഐ ഉണ്ടായാലേ പറ്റുള്ളൂ, റെസസീവാണ്. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AB, AB 3 ഫിനോടൈപ്പാണുള്ളത്. 3 ഫിനോടൈപ്പുള്ള 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര ജീനോടൈപ്പ് വരും നോക്കാം. IA വരും, IB വരും, IAI വരും, IBI വരും. 4 ജീനോടൈപ്പും 3 ഫിനോടൈപ്പും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം.
അടുത്തത് നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൾട്ടിപ്പിൾ അല്ലീൽസ് ആർ പ്രസൻറ്റ്. മൾട്ടിപ്പിൾ അല്ലീൽസ് നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങളെല്ലാവരും NCERT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുന്നറ്റ് സ്ക്വയർ കൊടുത്തിട്ടുള്ളതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് പുന്നറ്റ് സ്ക്വയർ നന്നായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ പേജിൽ നിറച്ച് പുന്നറ്റ് സ്ക്വയർ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുന്നറ്റ് സ്ക്വയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൾട്ടിപ്പിൾ അല്ലീൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് മൾട്ടിപ്പിൾ അല്ലീൽസിൻ്റെ വലിയൊരു എക്സാമ്പിളാണ്. മൾട്ടിപ്പിൾ അല്ലീൽസ് ക്യാൻ ബി ഫൗണ്ട് ഓൺലി വെൻ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ മെയ്ഡ്. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് ഈസ് കൺട്രോൾഡ് ബൈ വൺ ജീൻ. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർച്ച് സിന്തസിസ് മൾട്ടിപ്പിൾ അല്ലീൽസ് കാരണമല്ല, ഒരു ജീൻ മാത്രമേ സ്റ്റാർച്ച് സിന്തസിസ് കൺട്രോൾ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽസ്? മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ, ഒരു സംഭവത്തിന് 2ൽ കൂടുതൽ അല്ലീൽസ് കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത്. 2ൽ കൂടുതൽ ജീൻസ് അല്ലീൽസ് അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ക്രോമസോമിൽ 2 ലോക്കുണ്ടെന്ന് വയ്ക്കാം. 2 ലോക്കസിലായിട്ട് 2 ജീനുണ്ട്. ഓരോ ജീനും ഓരോ ലോക്കസ് അടുത്തടുത്താണ് അവർ. അപ്പോൾ അവർക്ക് ഒരു ക്രോമസോമിൽ 2 ലോക്കസ് ഉണ്ട്. അപ്പോൾ അതിനിടക്കാണ് ഒരാളിവിടെ വരുന്നത് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വരുന്ന ആൾക്ക് ഈ 2ൽ ഒരാളുടെ ലോക്കസിൽ കയറിയിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അല്ലീൽസ് സെയിം ലോക്കസിലാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ അല്ലീൽസ് സെയിം ക്രോമസോമിൽ സെയിം ലോക്കസിലാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ അല്ലീൽസ് ആർ പ്രസൻറ്റ് ഓപ്ഷൻ എ അറ്റ് ദ സെയിം ലോക്കസ് ഓഫ് ദ ക്രോമസോം. സെയിം ലോക്കസിലാണ് മൾട്ടിപ്പിൾ അല്ലീൽസ് ഉണ്ടാവുക. അടുത്തത് 9th ക്വസ്റ്റ്യൻ ആണ്. ദ മൂവ്മെൻറ്റ് ഓഫ് എ ജീൻ ഫ്രം വൺ ലിങ്കേജ് ഗ്രൂപ്പ് ടു അനദർ ഈസ് കോൾഡ്. ദ മൂവ്മെൻറ്റ് ഓഫ് എ ജീൻ ഫ്രം വൺ ലിങ്കേജ് ഗ്രൂപ്പ് ടു അനദർ ഈസ് കോൾഡ്. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ട്രാൻസ്ലൊക്കേഷനാണ്. എന്താണപ്പോൾ ട്രാൻസ്ലൊക്കേഷൻ? നോൺ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് ഒരു ക്രോമസോമിലുള്ള, അതായത് ഒരു ക്രോമസോമിലുള്ള കുറച്ച് സെറ്റ്സ് ഓഫ് ജീൻസ്, അത് 2 സെറ്റ്സ് ഓഫ് ജീൻസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പെയർ പോലെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കുന്നില്ല. അവർ ഒപ്പം അങ്ങനെ ഇരിക്കുന്നു. മയോസിസിൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്രോമസോം ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് ഈ നോൺ ഹോമോലോഗസ് ക്രോമസോംസ്, അതായത് ഹോമോലോഗസ് അല്ലാത്ത ക്രോമസോംസിൻ്റെ പാർട്സ് റീഅറേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നോൺ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസിൻ്റെ തമ്മിൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കുമ്പോൾ അത് ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ലിങ്കേജ് ഗ്രൂപ്പിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ജീൻ. അപ്പോൾ അതിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. മെൻ്റലിയൻ ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എ വുമൺ ഹാസ് ആൻ X-linked condition on one of her X chromosomes. This chromosome can be inherited by only daughters, only sons, only grandchildren, both sons and daughters. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുമൺ ആയതുകൊണ്ട് തന്നെ X ക്രോമസോം ആൺകുട്ടിക്കും കൊടുക്കും പെൺകുട്ടിക്കും കൊടുക്കും. അപ്പോൾ ബോത്ത് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ ആർ കോസ്ഡ് ഡ്യൂ ടു എ പ്രോബ്ലം ഇൻ ഗ്ലോബിൻ മോളിക്യൂൾ സിന്തസിസ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബോത്ത് ആർ ഡ്യൂ ടു ക്വാളിറ്റേറ്റീവ് ഡിഫെക്റ്റ് ഇൻ ഗ്ലോബിൻ ചെയിൻ സിന്തസിസ്. ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫെക്റ്റ് ഇൻ ഗ്ലോബിൻ ചെയിൻ സിന്തസിസ്. തലാസീമിയ is due to less synthesis of globin molecule. Sickle cell anemia is due to a quantitative problem to globin molecules. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് NCERT എഴുതി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. തലാസീമിയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അസുഖമാണ്, ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. സിക്കിൾ സെൽ അനീമിയയിൽ കുറേ RBC ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഉണ്ടാകുന്നത് സിക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. പക്ഷേ തലാസീമിയയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBCയുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതാണ് സംഭവം. 12ാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരം C ആണ്. തലാസീമിയ ഈസ് ഡ്യൂ ടു ലെസ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ മോളിക്യൂൾസ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഡിസ്ക്രൈബ്സ് ഹീമോഫീലിയ. ഹീമോഫീലിയ നിങ്ങൾക്കറിയാം, റോയൽ ഡിസീസാണ്. A. Recessive gene disorder. B. X-linked recessive gene disorder. C. Chromosomal disorder. D. Dominant gene disorder. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം B ആണ് ഉത്തരം, X-linked recessive gene disorder. 13ാമത്തെ ചോദ്യം, a man with blood group A marries a woman with blood group B. What are all the possible blood groups of their offsprings? ഓഫ്സ്പ്രിങ്സിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ചോദിക്കുന്നത്. എയും ബിയും തമ്മിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എയും ബിയും എന്ന് പറയുമ്പോൾ IA-IU ആവാം, IA-AU ആവാം. ബി എന്ന് പറയുകയാണെങ്കിൽ IB IU ആവാം, IB BU ആവാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A ഉണ്ടാകാം, B ഉണ്ടാകാം, AB ഉണ്ടാകാം, OU ഉണ്ടാവാം ബ്ലഡ് ഗ്രൂപ്പിൽ. കാരണം രണ്ടുപേരുടെ I ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ടുപേർക്കും കൂടെ O ഉള്ള കുട്ടിയും കൂടെ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Chromosomal disorders. A cell at telophase stage is observed by a student in a plant brought from the field. He tells his teacher that the cell is not like other cells at telophase stage. There is no formation of a cell plate, and thus the cell is containing more number of chromosomes as compared to other dividing cells. This would result in aneuploidy, polyploidy, somaclonal variation, polytony. നിങ്ങൾക്കറിയാം പോളിപ്ലോയിഡി ആണ് അതിൻ്റെ ഉത്തരം. NCERT-യിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിപ്ലോയിഡി ഇൻഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് കൊൾച്ചിസിൻ, ഗ്രാനോസാൻ അങ്ങനെ 2 ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പോളിപ്ലോയിഡി ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കോൾച്ചിസിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൾച്ചിക്കം ഓട്ടംനിയൽ ഡ്രഗ് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാനോസാൻ, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പോളിപ്ലോയിഡി ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എ ഡിസീസ് കോസ്ഡ് ബൈ ആൻ ഓട്ടോസോമൽ പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ ഈസ്. ഓട്ടോസോമൽ പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ. ഓപ്ഷൻ എ ഡൗൺ സിൻഡ്രോം, ബി ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, സി ടർണർ സിൻഡ്രോം, ഡി സിക്കിൾ സെൽ അനീമിയ. അതിൻ്റെ ഉത്തരം വരുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. കാരണം അതിൻ്റെ സംഭവം NCERT-യിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേര് ഇതാണെന്ന്, അതായത് ഓട്ടോസോമൽ പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ എന്നാണ് അതിൻ്റെ പേരെന്ന് കൊടുത്തിട്ടില്ല. ഡൗൺ സിൻഡ്രോം കോസ് ചെയ്യുന്നത് ട്രൈസോമി ഓഫ് 21st ക്രോമസോമാണ്. 21st ക്രോമസോമിൻ്റെ ട്രൈസോമിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവുന്നില്ല. അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെൽ ഡിവിഷൻ്റെ ടൈമിൽ സ്പ്ലിറ്റ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആവുന്നതിൽ അവർ ഫെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ് 21ാമത്തെ ക്രോമസോമിൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. അടുത്ത് നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. An abnormal human baby with XXX sex chromosomes was born due to. XXX സെക്സ് ക്രോമസോംസ് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ് സ്ത്രീകളിൽ കാണുന്നത്. അതുണ്ടാകുന്നത് അമ്മയുടെ ഓവത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണ്. മിയോസിസ് 1ലും മിയോസിസ് 2ലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി ആണ്, ഫോർമേഷൻ ഓഫ് അബ്നോർമൽ ഓവ ഇൻ ദ മദർ. അടുത്ത് 17ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രാങ്ക്ലിൻ സ്റ്റാൾ കോയിൻഡ് ദ ടേം ലിങ്കേജ്. അല്ലല്ലോ, ലിങ്കേജ് കോയിൻ ചെയ്തത് നമ്മളുടെ TH മോർഗനാണ്. ബി പുന്നറ്റ് സ്ക്വയർ വാസ് ഡെവലപ്ഡ് ബൈ എ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ്. അത് ശരിയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റെജിനാൾഡ് സി പുന്നറ്റ് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ്. സി സ്പ്ലൈസോസോംസ് ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ലേഷൻ. ഇല്ല. ഡി ട്രാൻസ്ഡക്ഷൻ വാസ് ഡിസ്കവേർഡ് ബൈ S. ആൾട്ട്മാൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഫോറിൻ DNA ഒരു സെല്ലിലേക്ക് ഒരു വൈറസോ ഒരു വൈറൽ വെക്ടർ വെച്ചിങ്ങായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധാനമാണ് ട്രാൻസ്ഡക്ഷൻ. പക്ഷേ ട്രാൻസ്ഡക്ഷൻ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് നോർട്ടൺ സിൻഡർ ആണ്. S. ആൾട്ട്മാൻ കണ്ടുപിടിച്ചത്, സിഡ്നി ആൾട്ട്മാൻ കണ്ടുപിടിച്ചത് RNA-യുടെ എൻസൈമാറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരുന്നു. അതുമാത്രമല്ല എൻസൈമുകളിലൊക്കെ റിസർച്ച് ചെയ്തിരുന്ന ആളല്ല ട്രാൻസ്ഡക്ഷൻ കണ്ടുപിടിച്ചത്. അദ്ദേഹമല്ല ട്രാൻസ്ഡക്ഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആകെ അറിയേണ്ട ആവശ്യം പുന്നറ്റ് സ്ക്വയർ ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് ഡെവലപ്പ് ചെയ്തത്, റെജിനാൾഡ് സി പുന്നറ്റ് ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനൊന്നും നോക്കേണ്ട ആവശ്യം കൂടിയില്ല. കാരണം സെലക്ട് ദ കറക്റ്റ് ഓപ്ഷനാണ് നമ്മളുടെ ചോദ്യം. അടുത്ത നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെൻറ്റ് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ ഹ്യൂമൻസ്? ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഓപ്ഷൻ എ ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ അല്ലീൽസ്, അതായത് മൾട്ടിപ്പിൾ അല്ലീൽസ് ഉള്ളതാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ്. എബിയോ ബ്ലഡ് ഗ്രൂപ്പിംഗ്,
കോഡോമിനൻസും മൾട്ടിപ്പിൾ ഡോമിനൻസും അതിൻ്റെ ഉദാഹരണമാണ്. അത് രണ്ടും ഡോമിനൻസ് ആണ്. അപ്പോൾ പ്രോബബ്ലി ഡോമിനൻസും ഇതാണ്. നമുക്ക് ഡോമിനൻസിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിയും സിയും മാത്രം വരുന്ന, അതായത് പോളിജനിക് ഇൻഹെറിറ്റൻസ് അതെല്ലാം നമുക്കറിയാം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസും എല്ലാം നമുക്കറിയാം. അപ്പോൾ അതായത് ഡിയും ഇയും ഇല്ലാത്ത ബിയും സിയും ഒരുമിച്ച് വരുന്നത് എ ബി സി മാത്രമാണ്. അപ്പോൾ ഡോമിനൻസും ഈ ഓപ്ഷനിൽ പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത 19ാമത്തെ ചോദ്യമാണ്, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ഡൗൺ സിൻഡ്രോം ഈസ് ഡ്യൂ ടു അന്യൂപ്ലോയിഡി. Phenylketonuria is an autosomal recessive gene disorder. Sickle cell anemia is an X-linked recessive gene disorder. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്, അത് ശരിയാണ്. പിന്നെ സി, ഫിനൈൽകീറ്റോൺയൂറിയ ഈസ് എൻ ഓട്ടോസോമൽ റെസസീവ് ജീൻ ഡിസോർഡർ, അതും ശരിയാണ്. പിന്നെ വരുന്നത് ബി, ഡൗൺ സിൻഡ്രോം ഈസ് ഡ്യൂ ടു അന്യൂപ്ലോയിഡി. അതെ, നമ്മളുടെ ഡൗൺ സിൻഡ്രോം അന്യൂപ്ലോയിഡിയുടെ എക്സാമ്പിളാണ് നമ്മൾ NCERT കൊടുത്തിട്ടുണ്ട്. ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ cycle results in the gain or loss of a chromosome or chromosomes called aneuploidy. For example, Down syndrome. പിന്നെ പോളിപ്ലോയിഡിയും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈറ്റോകൈനസിസ് വരാത്ത അവസ്ഥയാണ് പോളിപ്ലോയിഡി. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് റോങ്ലി മാച്ച്ഡ്? സ്റ്റാർട്ട് സിന്തസിസ് ഇൻ P multiple alleles, ABO blood grouping, codominance, exotyped sex determination grasshopper, TH Morgan linkage. ഇത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവുന്നതാണ്. ഓരോ ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കപ്പോൾ ബാക്കിയുള്ളത് വെച്ചിങ്ങായിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അതായത് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഉത്തരമായിട്ട്. അതായത് ഒന്നാമത്തതാണ് ഉത്തരം, സ്റ്റാർട്ട് സിന്തസിസ് ഇൻ P multiple alleles. നിങ്ങൾക്കത് ബാക്കി 3 അറിയാമെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഇതും അറിയേണ്ടതാണ്. സ്റ്റാർട്ട് സിന്തസിസ് ഇൻ P നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഒരു സിംഗിൾ ഇത് വെച്ചുണ്ടാകുന്നതാണ്. അതൊരു ഒരു ജീൻ വെച്ച് മാത്രം ഉണ്ടാകുന്ന സംഭവമാണ് നമ്മളുടെ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ P. അടുത്ത നമുക്ക് 21ാമത്തെ നമ്മളെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. മാച്ച് ദ കോളമാണ്. അതായത് നമ്മൾ എ ഡോമിനൻസ്, പിന്നെ കോഡോമിനൻസ്, പ്ലിയോട്രോപ്പി, പോളിജീനിക്, മെനി ജീൻസ് ഗവേൺ എ സിംഗിൾ ക്യാരക്ടർ. അതായത് അത് നമുക്കറിയാം, അത് പോളിജീനിക് ആണ്. ഇൻ എ ഹെട്രോസൈഗസ് ഓർഗാനിസം ഓൺലി 1 allele express itself, അത് ഡോമിനൻസ് ആണ്. ഇൻ എ ഹെട്രോസൈഗസ് ഓർഗാനിസം ബോത്ത് alleles express themselves fully, അത് കോഡോമിനൻസ് ആണ്. എ സിംഗിൾ ജീൻ ഇൻഫ്ലുവൻസസ് ഇൻഹെറിറ്റൻസ് ഓഫ് മെനി ക്യാരക്ടേഴ്സ്, അത് പ്ലിയോട്രോപ്പി ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 21ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന പാഠത്തിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അടിക്കുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാമിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി നീറ്റ് മലയാളം, നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് നീറ്റ് മാസ്റ്റർ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.